ഗുഡ് മോർണിംഗ്. ഇന്ദുസ് ആർട്ട് ആൻഡ് ക്രാഫ്റ്റിൻ്റെ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കണമല്ലോ അല്ലേ? അപ്പോൾ വിഷുവൊക്കെ കഴിഞ്ഞു. ഇത് ഞാൻ വിഷുവിന് മുന്നേ എടുത്തിരിക്കുന്ന വീഡിയോ ആണ് കേട്ടോ. വിഷുവിൻ്റെ പിറ്റേ ദിവസം ആയിരിക്കും മിക്കവാറും ഈ വീഡിയോ അപ്ലോഡ് ആവുന്നത്. അപ്പോൾ എല്ലാവരുടെയും വിഷു എങ്ങനെ ഉണ്ടായിരുന്നു എന്നുള്ളതൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യുക, വിശേഷങ്ങളൊക്കെ പറയുക. അപ്പോൾ നമുക്ക് നേരെ വിശേഷങ്ങളിലേക്കൊക്കെ അങ്ങനെ പോവാമല്ലോ. ഇപ്പോൾ ഏകദേശം ഒരു 6 മണി ആയിട്ടുണ്ട്. ആ ഒരു ടൈമിൽ സൂര്യൻ ഉദിച്ച് വരുന്ന ടൈമിൽ എടുത്തതായിരുന്നു അത് കേട്ടോ. അതിൻ്റെ മുന്നേ ഞാൻ അടുക്കളയിൽ എത്തിയിട്ടുണ്ട് കേട്ടോ. ഞാൻ പിന്നെ ഏകദേശം ഒന്ന് വെളിച്ചമായതിന് ശേഷം നമ്മൾ പുറത്തേക്ക് ഇറങ്ങുമല്ലോ. അപ്പോൾ എനിക്ക് ആ വെളിച്ചം ഇങ്ങനെ വരുന്നത് കണ്ടപ്പോൾ ഒന്ന് വീഡിയോ എടുക്കണമെന്ന് തോന്നി. അങ്ങനെ ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നതാണത് കേട്ടോ. പിന്നെ നമ്മൾ കടല മുളപ്പിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇതിന് മുന്നേ ഉള്ള വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഫ്രിഡ്ജിൽ വെക്കുന്ന കാര്യം. കേട്ടിട്ടുണ്ടായിരിക്കും എന്ന് വിചാരിക്കണം കേട്ടോ. അപ്പോൾ അത് കേട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ, ഇതിന് മുന്നത്തെ വീഡിയോ കണ്ടിട്ടുണ്ടെങ്കിൽ. അപ്പോൾ അതിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു കടല ചെറുപയറാണെന്നുണ്ടെങ്കിൽ 2 ദിവസം കൊണ്ട് മുളപ്പിച്ചത് ഉപയോഗിക്കാൻ പറ്റും. പക്ഷേ കടല അത്ര പെട്ടെന്നൊന്നും മുളച്ച് കിട്ടുന്നില്ല കേട്ടോ. അപ്പോൾ അതുകൊണ്ട് പിന്നെ അതിനൊരു സ്മെല്ല് വരുന്നുണ്ട്. കുറേ ദിവസം എടുത്ത് വെക്കുമ്പോൾ ഞാൻ കിഴി കെട്ടി വെക്കാറില്ല. അങ്ങനെയാണ് വെക്കുന്നതെങ്കിൽ കുഴപ്പമുണ്ടാവില്ല കേട്ടോ. ഇത് ഞാൻ ഒരു ദിവസം വൈകുന്നേരം ഇട്ട് രാവിലെ വരെ പുതർത്തിയതിന് ശേഷം പിന്നെ ഞാൻ വെള്ളമൊക്കെ ഊറ്റി കളഞ്ഞ് ഫ്രിഡ്ജിലേക്ക് പ്ലാസ്റ്റിക് പാത്രത്തിൽ ഇട്ടിട്ട് വെച്ചതാണ്. അതാണ് ഇപ്പോൾ എടുത്ത് വന്നിട്ടുള്ളത്. ഇനി ഒരു 2 ദിവസം കഴിയുമ്പോഴാണെങ്കിൽ നന്നായിട്ട് നമുക്ക് മുളച്ചത് തന്നെ കിട്ടും കേട്ടോ. ഇത് ഞാൻ മുള തുടങ്ങിയപ്പോഴേക്ക് ഇത് വേണം എന്ന് പറഞ്ഞതുകൊണ്ട് അങ്ങനെ എടുത്തതായിരുന്നു. പിന്നെ നിങ്ങൾ കണ്ടിട്ടുള്ളതാണ് പൊന്മാനി എന്നാണ് പണ്ടൊക്കെ ഞങ്ങളതിന് പറയുമായിരുന്നത് കേട്ടോ. കുട്ടിയാവുന്ന സമയത്ത് അതിന് വേറെ എന്തെങ്കിലും പേരുണ്ടോ എന്നുള്ളത് എനിക്ക് അറിയില്ല. നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയുന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. ഞാനത് ബക്കറ്റ് എടുത്ത സമയത്ത് ബക്കറ്റിന് മുകളിലുണ്ടായിരുന്നു ആ ഒരു ജീവി. പൊന്മാനി എന്നാണ് പറയുന്നത് കേട്ടോ. പൊന്മാനി എന്ന് ഉദ്ദേശിക്കുമ്പോൾ നമ്മൾ മീൻ പിടിക്കുന്ന പൊന്മാനി അങ്ങോട്ടൊന്നും ചിന്തിക്കേണ്ട കേട്ടോ. ഇതിനിങ്ങനെ പൊന്മാനി എന്നാണ് പറയാറുണ്ടായിരുന്നത്. നല്ല ഭംഗിയാണല്ലോ കാണാൻ വേണ്ടിയിട്ട്. നല്ലൊരു ഗ്ലൈസിങ് ആണ് കേട്ടോ. അത് പല നിറത്തിലുള്ളതും ഉണ്ട്. പണ്ടൊക്കെ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു നീല, പീക്കോക്കിൻ്റെ കളറില്ലേ, ആ ഒരു കളറിലൊക്കെ നല്ല ഭംഗിയാണ് കേട്ടോ അതിരിക്കണത് കാണാൻ. അപ്പോൾ അത് കണ്ടിട്ടുള്ളവരൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യണേ. പിന്നെ അതേവിടെ കുറച്ച് നനച്ച് കൊടുക്കാൻ വേണ്ടി ഞങ്ങൾ വന്നതാണ് കേട്ടോ. അപ്പോൾ നനയ്ക്കട്ടെ. ഒരു വിഴുത് കണക്കൂ അമ്മ ബക്കറ്റിൽ വെച്ചതിന് മുൻഭാഗം ഒന്ന് നനച്ചു കൊടുത്താണോ അമ്മ? ഓ അപ്പം അങ്ങനെ ഞങ്ങളെ നനയ്ക്കലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു കേട്ടോ. അപ്പൂസ് എന്തിനും ഏതിനും സഹായിക്കാനുണ്ട് എന്നുള്ളത് ഞാൻ പറഞ്ഞല്ലോ. പിന്നെ ഇവിടെ ഇങ്ങനെ വന്ന് നിൽക്കുന്ന സമയത്താണ് നമ്മുടെ താഴെ ഇരിക്കണ കർമൂസയുടെ മരല്ലേ, അത് ഇങ്ങനെ നോക്കി ചിരിക്കുന്നുണ്ട് കേട്ടോ. അപ്പം എന്താണെന്ന് നോക്കിയപ്പോഴാണ് കാണുന്നത് സംഭവം വേറെ ഒന്നുമല്ല, ഒരു കർമൂസ അതിൽ പഴുത്ത് വരുന്നുണ്ട് കേട്ടോ. കഴിഞ്ഞ പ്രാവശ്യത്തത് കിളി കൊത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ
അത് പിന്നെ നമ്മൾ എടുത്തില്ലല്ലോ. കിളി കൊത്തുന്നത് തുടങ്ങിയപ്പോൾ തന്നെ കേട്ടോ, കൊത്തുന്നത് കണ്ടുകൊണ്ടാണ് നിൽക്കുന്നത്. പക്ഷെ പിന്നെ അത് അങ്ങനെ പക്ഷികളൊക്കെ കഴിച്ചോട്ടെ എന്ന് വിചാരിച്ചിട്ട് അത് പിന്നെ നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്നില്ല. പിന്നെ അതേപോലെ ഒരാഴ്ചയൊക്കെ ആയിട്ടുണ്ട് കേട്ടോ, അടുത്തത് ഇങ്ങനെ പഴുത്ത് വരുന്നുണ്ട്. അപ്പോൾ അത് ഇനി കിളി കൊത്തുന്നതിന് മുന്നേ എടുക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ട് പോയി നോക്കിയതാണ് കേട്ടോ. അപ്പോൾ കിളിയൊന്നും കൊത്തിയിട്ടില്ല. അപ്പോൾ ഞാനത് ഇങ്ങോട്ട് ചാടിച്ചെടുത്തു കേട്ടോ. പക്ഷേ അത് നിലത്തേക്ക് വീണില്ല. നിലത്തേക്ക് വീഴാണെന്നുണ്ടെങ്കിൽ പിന്നെ നമ്മൾ അപ്പം തന്നെ ചെത്തിയെടുക്കേണ്ടി വരും. നിലത്തേക്ക് വീഴാണ്ട് കയ്യിൽ തന്നെ പിടിക്കാൻ കിട്ടിയതുകൊണ്ട് നമുക്കിനി ഇത് ഇന്ന് എടുക്കില്ല, നാളെ എടുക്കുള്ളൂ കേട്ടോ. അപ്പോഴേക്ക് ശരിക്കും പഴുക്കുമല്ലോ. അങ്ങനെ കേട്ടോ. ഇവിടെ മറ്റേ 6 മാസം കൊണ്ട് കായ്ക്കുന്ന കർമൂസല്ലേ, പപ്പായ, അത് ഉണ്ടായിരുന്നു കേട്ടോ. പക്ഷെ അത് കായ്ക്കണത് നമ്മളൊരു ഹൈറ്റൊക്കെ ആകുമ്പോഴേക്ക് തന്നെ നല്ല വലിയ കായൊക്കെ അതിലുണ്ടാകും. പക്ഷെ ഇതുണ്ടായില്ല. അത് മാത്രമല്ല, നമ്മുടെ നാടൻ പപ്പായ ഉണ്ടാവില്ലേ, അതുപോലെ നല്ല വലുപ്പത്തിൽ അങ്ങോട്ട് പോവുകയും ചെയ്തു. എന്നിട്ട് അതിൽ ഇപ്പം ഞാൻ ഈ കൊണ്ടുവരുന്ന കായല്ലേ, അതിൻ്റെ ഒരു പകുതി വലിപ്പമുള്ള 2 കായാണ് ഉണ്ടായിട്ടുണ്ടായിരുന്നത് കേട്ടോ. അങ്ങനെയാണ് നമ്മൾ വാങ്ങിച്ചിട്ടുള്ള തൈയിൽ നമുക്ക് കിട്ടിയിട്ടുള്ള അനുഭവം. പക്ഷേ ഇവിടെ കുറച്ചടുത്ത് അംഗനവാടിക്ക് പോകുന്ന ഒരു സ്ഥലമുണ്ട് കേട്ടോ. അവിടെ റോഡിൻ്റെ സൈഡിൽ കാണുന്നുണ്ടായിരുന്നു ചെറുത്, എൻ്റെയൊക്കെ പകുതി ഹൈറ്റിൽ തന്നെ കായ ഉണ്ടായിട്ട് നിൽക്കുന്നുണ്ട് കേട്ടോ കർമൂസ മരത്തിൽ. അപ്പോൾ അതുപോലെ ഉണ്ടാകും. ഇനിയിപ്പോൾ നമ്മൾ അതിന് കെയർ ചെയ്യുന്നതിൽ എന്തെങ്കിലും മാറ്റം ഉണ്ടായിട്ടാണോ എന്തോ അറിയില്ല, നമുക്കത് ക്ലിക്കായില്ല. പിന്നെ ആ മരം അങ്ങനെ അങ്ങോട്ട് കേട് വന്ന് പോവുകയും ചെയ്തു കേട്ടോ. അപ്പോൾ അങ്ങനെ അതൊക്കെ ഒന്ന് പറിച്ച് കഴിഞ്ഞു. പിന്നെ നമ്മളെ പണികളൊക്കെ ഏകദേശം അപ്പം തന്നെ തീർന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ അല്ലറ ചില്ലറ ഉപ്പേരി ഉണ്ടാക്കൽ, അങ്ങനെയൊക്കെയുള്ള പണികൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എനിക്ക്. അതിൽ തന്നെ നമ്മൾ ഫ്രിഡ്ജിൽ നിന്ന് മുരിങ്ങയിലൊക്കെ പുറത്തേക്ക് വെച്ചിട്ടുണ്ടായിരുന്നു ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കേട്ടോ. അപ്പോഴേക്ക് നമുക്ക് മുറ്റമൊക്കെ ഒന്ന് അടിച്ചു വാരാലോ എന്ന് വിചാരിച്ചിട്ട് വേഗം മുറ്റത്തേക്കൊക്കെ ഒന്ന് ഇറങ്ങിയതാണ്. ഇപ്പോൾ സമയം ഏകദേശം ഒരു 9 മണിയൊക്കെ. അതിനിടയ്ക്ക് എനിക്ക് കോള് വന്നതായിരുന്നു കേട്ടോ. അപ്പോൾ ഏകദേശം ഈ ഒരു 9 മണിയൊക്കെ ആയിട്ടുണ്ട്. ആ ഒരു ടൈമിലാണ് ഞാനിങ്ങനെ മുറ്റത്തേക്ക് ഇറങ്ങിയിട്ടുണ്ടായിരുന്നത്. അടിച്ചു വരാൻ വേണ്ടിയിട്ട് വന്നതാണ്. കൂട്ടത്തിൽ അപ്പൂസും ഉണ്ട് കേട്ടോ. അവനിവിടെ നനച്ച് കൊടുക്കാൻ അവന് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ ഇവിടെ ഇങ്ങനെ ചീരയുടെ തൈ ഉണ്ടാവുന്നുണ്ട്. നമ്മൾ പണ്ട് ഇവിടെ ഒരു ടയർ വെച്ചിട്ടുണ്ടായിരുന്നല്ലോ, കുറച്ച് മണ്ണൊക്കെ നിറച്ചിട്ട്. ആ ഒരു ടയറിൽ ചീരയുടെ വിത്ത് ഉണ്ടായിരുന്നു. അതിങ്ങനെ മുളച്ച് വരുന്നുണ്ട്. അപ്പോൾ അതൊക്കെ നനച്ച് കൊടുക്കലും അതിങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കുക. അവനൊരു കോലിട്ടിട്ട് അതിങ്ങനെ അതിൽ മണ്ണിങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കും കേട്ടോ. അത് അവൻ്റെ ഒരു പരിപാടിയാണ്. അപ്പോൾ അങ്ങനെ അത് അടിക്കാനുള്ളതൊക്കെ ഞങ്ങൾ വേഗം അടിച്ച് തീർക്കുന്നുണ്ട് കേട്ടോ. ഇപ്പം അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ അടിക്കാട്ടൊക്കെ ഉണ്ടാവുന്നുണ്ട്. അപ്പോൾ അങ്ങനെ അതൊക്കെ അടിക്കലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. പിന്നെ ഞാൻ പറഞ്ഞില്ല ഉപ്പേരി ഉണ്ടാക്കാനുണ്ട് എന്നുള്ളത്. അങ്ങനെ ഇതേ മുരിങ്ങയിലേക്കൊന്ന് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തു. മുരിങ്ങയിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ഉപ്പും കൂടെ ഇട്ടിട്ട് അതൊന്ന് റെഡിയാക്കി. പിന്നെ വെളുത്തുള്ളിയും പച്ചമുളകും കൂടെ തേങ്ങയും കൂടെ ചതച്ചെടുത്തിട്ട് അതും കൂടെ ഒന്ന് ചേർത്ത് ഇളക്കി കൊടുത്ത് നമ്മളിതേ മുരിങ്ങയുടെ ഉപ്പേരി ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. കയ്പ അപ്പൂസിന് പറ്റില്ല, അതുകൊണ്ടാണ് മുരിങ്ങ ഉണ്ടാക്കിയെടുത്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ അങ്ങനെ മുരിങ്ങ ഒക്കെ റെഡിയായി. പിന്നെ നമുക്ക് ഉണ്ടായിരുന്നത് കുറച്ച് മീൻ നന്നാക്കാനുണ്ടായിരുന്നു കേട്ടോ. പിന്നെ എനിക്കൊരു കമൻറ്റ് വന്നിട്ടുണ്ടായിരുന്നു, വേറെ ഒന്നല്ല, മത്തി ക്ലീൻ ചെയ്യുന്ന വീഡിയോ ഇടുമോ എന്നുള്ളത് ചോദിച്ചിട്ട് കേട്ടോ. അപ്പോൾ ഇത് മത്തിയാണ് ഞാൻ നന്നാക്കി എടുക്കുന്നത്. പക്ഷേ ഇത് ഞാൻ ഇതിന് മുന്നേ എടുത്ത് വെച്ചിരിക്കുന്ന വീഡിയോ ആണ്. അതായത് 2 ദിവസം, ഇപ്പം ഞാൻ ഇന്നലെയാണ് എനിക്ക് ആ ഒരു കമൻറ്റ് വന്നിട്ടുള്ളത്. ഇത് ഞാൻ അതിന് മുന്നേ എടുത്ത് വെച്ചിരിക്കുന്ന വീഡിയോ ആണ്. അതുകൊണ്ട് എനിക്കത് ക്ലീൻ ചെയ്യുന്നത് എടുക്കാൻ വേണ്ടി പറ്റിയിട്ടുണ്ടായിരുന്നില്ല. പിന്നെ പ്രത്യേകിച്ച് ഞാൻ ക്ലീൻ ചെയ്യുന്നത് വെറൈറ്റി രീതിയിലോ അങ്ങനെയൊന്നും അല്ല, കത്രിക ഉപയോഗിച്ചിട്ടും അല്ല ക്ലീൻ ചെയ്യുന്നത്. അല്ലാത്ത രീതിയിൽ തന്നെയാണ് മത്തി നമ്മൾ ക്ലീൻ ചെയ്തെടുക്കണത് കേട്ടോ. അതിൽ എങ്കിലും ഞാൻ കാണിക്കാം എന്നുള്ളത് ഞാൻ തിരിച്ച് റിപ്ലൈ കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇനി ചെയ്യുന്ന സമയത്ത് ഞാൻ കാണിക്കാം. ഇതിപ്പോൾ ഞാനൊരു ഒഴുക്കം മട്ടിൽ എന്നും അങ്ങനെ അങ്ങോട്ട് കാണിച്ചു പോകുന്നു മാത്രമല്ലേ ഉള്ളൂ. പിന്നെ ഞാൻ ഏതായാലും കാണിക്കാം എന്ന് വിചാരിക്കുന്നുണ്ട് കേട്ടോ മത്തി ക്ലീൻ ചെയ്യുന്നൊരു വീഡിയോ. അപ്പോൾ അതേ അങ്ങനെ മത്തിയൊക്കെ നന്നാക്കി കഴിഞ്ഞു. അതൊക്കെ അവിടെ ഒന്ന് മുളകും മഞ്ഞൾപ്പൊടിയോ അങ്ങനെയുള്ള മസാലക്കൂട്ടൊക്കെ ഒന്ന് പിടിക്കാൻ വേണ്ടിയിട്ട് വെച്ചിരിക്കണം കേട്ടോ. പിന്നെ നമുക്കിത് നമ്മൾ ചുക്കുവെള്ളം ഉണ്ടാക്കണ ചെമ്പൊക്കെ ഒന്ന് കഴുകിയെടുക്കാനുണ്ടായിരുന്നു. അപ്പോൾ അത് ഞാൻ കഴുകിയെടുക്കണത് കാണിക്കാൻ വിട്ടുപോയതാണ് കേട്ടോ. ഞാനിതിൻ്റെ പുറം ഭാഗം സ്റ്റീലിൻ്റെ സ്ക്രബില്ലേ അത് ഉപയോഗിച്ചിട്ടാണ് കഴുകിയെടുക്കണത് കേട്ടോ. ഉൾഭാഗമൊക്കെ സാധാ സ്ക്രബ് ഉപയോഗിച്ചിട്ടും കഴുകിയെടുക്കാറുണ്ട്. വേറെ ഒന്നിനും ഞാൻ ആ സ്റ്റീലിൻ്റെ സ്ക്രബ് എടുക്കാറില്ല കേട്ടോ.
അപ്പോൾ അങ്ങനെ അതൊക്കെ ഒന്ന് കഴുകി കഴിഞ്ഞ് ബക്കറ്റും കാര്യങ്ങളൊക്കെ ഒന്ന് കഴുകാനുണ്ടായിരുന്നു കേട്ടോ. ഇപ്പോൾ നമുക്ക് ഇടയ്ക്കിടയ്ക്ക് ക്ലീനിങ് വീഡിയോ ആയിട്ട് കുറേ വരുന്നുണ്ട്. പിന്നെ അനുബന്ധിച്ച് നമുക്ക് കുറേ ക്ലീൻ ചെയ്യാനൊക്കെ ഉണ്ടാവുമല്ലോ. അത് വിഷുവിനോടനുബന്ധിച്ച് എന്നല്ല കേട്ടോ ഉള്ളത്. വിഷുവൊക്കെ ആവുന്ന സമയത്ത് എന്തെങ്കിലും പ്രത്യേകതകളുള്ള ദിവസമൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഒന്നിച്ച് നമ്മൾ ക്ലീൻ ചെയ്യാൻ നിൽക്കും. എല്ലാതും കൂടെ ഒന്നിച്ച് പെട്ടെന്ന് തീരാൻ വേണ്ടിയിട്ട് ആ ഒരു രീതിയിൽ നമ്മൾ ഒന്നിച്ചൊന്ന് ഓടിച്ച് പോകും കേട്ടോ. അല്ലാന്നുണ്ടെങ്കിൽ നമ്മളിപ്പോൾ വാതിൽ തുടയ്ക്കായാലും ജനൽ തുടയ്ക്കായാലും ഒക്കെ ആഴ്ചയിൽ ഇങ്ങനെ ഓരോന്ന് ഒരാഴ്ച ആകുമ്പോഴേക്ക് നമുക്കൊന്ന് കംപ്ലീറ്റ് ആകും. നമ്മൾ ഒരു ഭാഗം തൊട്ട് മറ്റ് ഭാഗം വരെ എത്തുമ്പോഴേക്ക് കുറച്ച് ചെയ്യുള്ളൂ കേട്ടോ. നമ്മൾ അടിച്ച് വാരി തുടയ്ക്കുന്ന ആ ഒരു ടൈമിൽ ഒരു തുണി കൊണ്ട് ആ ഒരു ഡോറ് തുടയ്ക്കുക, പിന്നെ പിറ്റേ ദിവസം ഒരു ഡോറ് തുടയ്ക്കുക, അല്ലെങ്കിൽ 2 ഡോറ് തുടയ്ക്കുക. അങ്ങനെ ചെറിയ രീതിയിലേ ഞാൻ ചെയ്യാറുള്ളൂ കേട്ടോ. പിന്നെ ഒരാഴ്ച തുടയ്ക്കില്ല. നിലം അല്ല കേട്ടോ, നിലം ഡെയിലി നമ്മൾ തുടയ്ക്കും. പക്ഷേ ജനവാതിലും വാതിലും ഒക്കെ ഉണ്ടല്ലോ, അതിങ്ങനെ ഒരാഴ്ച കൊണ്ട് നമ്മൾ ഈ വീട്ടിലുള്ള എല്ലാതും തുടച്ച് കഴിഞ്ഞ് പിന്നെ ഒരാഴ്ച തുടച്ചില്ല. പിന്നെ നമ്മൾ വീണ്ടും പിറ്റത്തെ ആഴ്ച മുതൽ തുടങ്ങും. അങ്ങനെയാണ് ഞാനിവിടെ ചെയ്യാറുള്ളത് കേട്ടോ. അതുകൊണ്ട് തന്നെ നമുക്ക് എന്തെങ്കിലും വിശേഷപ്പെട്ട ദിവസം വരികയാണ് എന്നുണ്ടെങ്കിൽ അത്ര പ്രത്യേകിച്ച് ഡീപ്പായിട്ടൊന്നും ചെയ്യാനൊന്നും എനിക്ക് തോന്നാറില്ല കേട്ടോ. അങ്ങനെ എന്താ പറയുക, നമ്മൾ ഒന്നിച്ച് ചെയ്ത് ഒരു ഭാഗത്ത് കിടക്കണതിനെക്കാട്ടിലും നല്ലത് നമ്മൾ കുറച്ച് ചെയ്യല്ലേ എന്നൊക്കെ നമ്മൾ വിചാരിക്കും. പിന്നെ ഓരോരോ സാഹചര്യങ്ങൾക്കനുസരിച്ച് നമുക്ക് കുറച്ച് മാറ്റങ്ങളൊക്കെ ഉണ്ടാകും കേട്ടോ. അത് സ്വാഭാവികം, അങ്ങനെ തന്നെയല്ലേ, എല്ലായിടത്തും അങ്ങനെ തന്നെ ആയിരിക്കും കേട്ടോ എന്ന് വിചാരിക്കുന്നു. എൻ്റെ കാര്യം ഞാൻ പറഞ്ഞു കേട്ടോ. ഇനി ഓരോ സ്ഥലത്തും അവരവരുടെ സൗകര്യത്തിനനുസരിച്ച് എങ്ങനെയാണ് ചെയ്യാന്നുള്ളത് നമുക്ക് പറയാൻ പറ്റില്ലല്ലോ. അപ്പോൾ അങ്ങനെ അതൊക്കെ കഴിഞ്ഞു. പിന്നെ മീൻ നന്നാക്കിയിരിക്കുന്ന സ്ഥലമൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അവിടെയൊക്കെ നമുക്ക് വെള്ളം പാർന്ന് കഴുകാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇവിടെ വന്നിരുന്നതൊക്കെ ചെയ്യണത്. അകത്തൊക്കെ ആണെന്നുണ്ടെങ്കിൽ ആ മീനിൻ്റെ മത്തിയൊക്കെ നന്നാക്കുമ്പോൾ പ്രത്യേകിച്ചും അതിങ്ങനെ തെറിച്ച് എവിടെയെങ്കിലുമൊക്കെ വീണിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ നമ്മളത് കാണണമെന്നില്ലല്ലോ. അപ്പോൾ ഇവിടെ ആകുമ്പോൾ ആ പരിസരം മുഴുവൻ അങ്ങോട്ട് വെള്ളമടിച്ച് കഴുകിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ പിന്നെ പ്രശ്നമല്ലേ. ഇങ്ങനെയായിട്ട് പിന്നെ അതേ നമുക്ക് ഇവിടേക്ക് ഒന്ന് വെള്ളം തിളപ്പിക്കാനുള്ളതൊക്കെ ഒന്ന് റെഡിയാക്കാനുണ്ട്. അപ്പോൾ വീതനെയൊക്കെ ഒന്ന് വെണ്ണീരൊക്കെ ഒന്ന് കൊണ്ടുപോയിട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. വെണ്ണീര് നമ്മളിവിടെ വെള്ളം ദിവസം അടുപ്പിൽ വയ്ക്കുന്ന വെള്ളമല്ല. ഇപ്പോൾ ഇന്ന് ഉണ്ടാക്കിയിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ഇന്ന് ആ വെള്ളം ചൂടായിരിക്കുമല്ലോ, നാളെ നമ്മൾ ആ വെള്ളം ഉപയോഗിക്കും, മറ്റന്നാൾ പുതിയ വെള്ളം എടുക്കും, വെള്ളം ഉണ്ടാക്കും. അങ്ങനെ ഓരോ ദിവസം ഇടവിട്ടിട്ടാണ് ഞാൻ വെള്ളം ഉണ്ടാക്കണത് കേട്ടോ. അപ്പോൾ അതിന് മുന്നേ ആയിട്ട് വെണ്ണീരൊക്കെ ഒന്ന് മാറ്റി കളഞ്ഞു. പിന്നെ അവിടേക്ക് ഒന്ന് തുടച്ചു കൊടുത്തു. ഞാനതിനിടയ്ക്ക് എനിക്കൊരു പണി കിട്ടി കേട്ടോ. ഞാൻ ഈ കരിയുള്ള പാത്രങ്ങളൊന്നും ഇങ്ങനെ നിലത്ത് വെക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ എന്ത് ചെയ്തു, ഒരു കല്യാണക്കത്തിൻ്റെ കവറുണ്ടാവില്ലേ, ആ കവറിൽ ഞാൻ വെള്ളം നിറച്ച് ഈ ചെമ്പിൽ വെള്ളം നിറച്ചിട്ട് ഇവിടെ കൊണ്ടുവന്ന് വെച്ചു കേട്ടോ. ഞാൻ തീ കത്തിയ ഉടനെ ആ ചെമ്പെടുത്ത് അടുപ്പത്തേക്ക് വെക്കുകയും ചെയ്തു. പക്ഷേ എനിക്ക് പണി ഉണ്ടായത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ ആ വെച്ചിരിക്കുന്ന കടലാസ് ഉണ്ടല്ലോ, അത് ഈ ചെമ്പിൻ്റെ അടിയിൽ ഒട്ടിപ്പിടിച്ച് ഞാൻ അടുപ്പത്തേക്ക് വെച്ചു. അത് കത്തുകയും ചെയ്തു കേട്ടോ. പിന്നെ അത് എടുക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങളായി അടുത്തത്. അതാണെങ്കിൽ എടുക്കാൻ പറ്റണില്ല, ആ കടലാസ് കത്തുകയും ചെയ്തു കേട്ടോ. അപ്പം അങ്ങനെ ഞാൻ ശ്രമിച്ചു, പക്ഷെ നടന്നില്ല. ലാസ്റ്റ് ഞാനത് അടുപ്പത്തേക്ക് തന്നെ വെച്ചു കൊടുത്തതിന് ശേഷം കുറേ തട്ടിയിടാൻ നോക്കി കേട്ടോ. ഈ പുകയും വെള്ളം നമുക്ക് പുക ചുഴയ്ക്കും കേട്ടോ. ഇങ്ങനെ കടലാസ് ഓൽക്കടിയൊക്കെ കത്തി പുക വന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ വെള്ളത്തിന് ആ ഒരു ചുഴ വരും കേട്ടോ. അപ്പോൾ അതുകൊണ്ട് അതില്ലാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് നന്നായിട്ട് കത്തിയിട്ട് മാത്രമേ ഞാൻ വെച്ചു കൊടുക്കാറുള്ളൂ. ആ എനിക്ക് കിട്ടിയ പണിയായിരുന്നു ഇത് കേട്ടോ. മാത്രമല്ല കടലാസ് കത്തലും അത് പൊടി വെണ്ണീര് കടലാസിൻ്റെത് പാറിപ്പോവുമല്ലോ, അങ്ങനെ പാറി കുറച്ച് അവിടെ ആവുകയും ചെയ്തു കേട്ടോ. പിന്നെ ഞാനതൊക്കെ ഒന്നും കൂടെ ഒന്ന് അടിച്ച് വാരിയിട്ട് ഒന്നും കൂടെ ഒന്ന് ചൂടാവണതിന് മുന്നേ തുടച്ച് കളഞ്ഞിട്ടുണ്ടായിരുന്നേ. ഇല്ലാന്നുണ്ടെങ്കിൽ അതവിടെ കിടക്കും കേട്ടോ. പിന്നെ എനിക്ക് ചെയ്യാൻ മടിയായിരിക്കും. വെള്ളം തിളച്ച് കഴിഞ്ഞിട്ട് പിന്നെ അവിടെ എനിക്ക് തുടയ്ക്കാൻ ഭയങ്കര മടിയായിരിക്കും കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഞാനത് ചൂടാവുന്നതിന് മുന്നേ തന്നെ വീണ്ടും അവിടേക്ക് ഒന്ന് തുടച്ചെടുത്തിട്ടുണ്ടായിരുന്നേ. പിന്നെ അതേ ഇപ്പോൾ സമയം ഉച്ചയാണ് കേട്ടോ. ഉച്ചയ്ക്കാണ് ഞാൻ ഈ ചെയ്തുകൊണ്ടിരിക്കുന്നത്. സാധാരണ ഞാൻ ഉച്ചയാകുമ്പോഴേക്കും എൻ്റെ പണികളൊക്കെ തീർത്തൊരു ഭാഗത്ത് ഇരിക്കണം എന്ന് വിചാരിക്കും. എങ്കിൽ കൂടെ നമുക്ക് എന്തെങ്കിലുമൊക്കെ ആയിട്ട് അല്ലറ ചില്ലറ ഓരോരോ പണികൾ ഉണ്ടായിരിക്കും കേട്ടോ. അപ്പോൾ അങ്ങനെ അതേ പിന്നെ തുണികളൊക്കെ ഒന്ന് എടുത്തു കൊണ്ടുവന്ന് വെച്ചു ആ ചൂടോടെ തന്നെ. ഇനി ചൂടൊക്കെ ഒന്ന് ആറിയതിന് ശേഷം നമുക്ക് മടക്കി വെക്കാം കേട്ടോ. പിന്നെ അതേ നമ്മൾ മാങ്ങ അരിഞ്ഞ് ഇന്നലെ മാങ്ങ അരിഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്നു. അതരിഞ്ഞ് വെച്ച് കുറച്ച് മഞ്ഞൾപ്പൊടിയും പിന്നെ മുളക് പൊടിയും ഉപ്പും കുറച്ച് ഒരു 2 സ്പൂണ് മാത്രം വിനാഗിരിയും കൂടെ ചേർത്ത് കൊടുത്തു. പിന്നെ അതിലേക്ക് കായപ്പൊടി ചേർത്ത് കൊടുത്തു. കടുക് ഉലുവ
ഇതൊക്കെ വറുത്ത് പൊടിച്ചിട്ട് അതും കൂടെ ചേർത്ത് കൊടുത്തു കേട്ടോ. എന്നിട്ട് ഞാനിതേ ഒന്ന് ഫ്രിഡ്ജിലേക്ക് വെക്കുന്നത് പ്ലാസ്റ്റിക് ബോട്ടിലാണ് കേട്ടോ. ഫ്രിഡ്ജിൽ വെക്കുകയാണെങ്കിലും ചില്ല് ബോട്ടിൽ വെക്കണം എന്ന് എന്നോട് കമൻറ്റ് ചെയ്ത് ഒരാൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. പക്ഷേ ബോട്ടിലില്ലാത്തതുകൊണ്ട് ഞാൻ ഫ്രിഡ്ജിലേക്ക് വെക്കുന്നത് പ്ലാസ്റ്റിക് പാത്രത്തിലും നമ്മളിവിടെ ഉപയോഗിക്കുന്നത് കുറച്ച് ചില്ലിൻ്റെ കുപ്പിയിലും കൂടെ ആക്കി വെച്ചിട്ടുണ്ടായിരുന്നേ. അപ്പം അങ്ങനെ അതേ അച്ചാറൊക്കെ ഒന്ന് റെഡിയാക്കി കേട്ടോ. അപ്പോൾ ഇന്നത്തെ എൻ്റെ കുഞ്ഞു വീഡിയോയും വിശേഷങ്ങളും എന്ന് പറയാം ഇത്രയൊക്കെ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. ഇത്ര നേരം എൻ്റെ വീഡിയോ കണ്ടെന്നെ സഹിച്ച് നിന്നിട്ടുള്ള എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ഒത്തിരി ഒത്തിരി നന്ദിയുണ്ട്. നിങ്ങളുടെ കമൻറ്റുകൾ എന്തായാലും നിങ്ങൾ രേഖപ്പെടുത്തണം കേട്ടോ. എന്തെങ്കിലുമൊക്കെ ആയിട്ട് ഒന്ന് കുറിക്കൂ ഞാൻ ഇത്രയും നേരം വീഡിയോ ചെയ്തതിൽ കുറിച്ചുള്ള അഭിപ്രായങ്ങൾ. അപ്പോൾ നാളെ നമ്മൾ പുതിയൊരു വീഡിയോ ആയിട്ട് വരാം. അതുവരെ എല്ലാ കൂട്ടുകാരും സുഖമായിട്ടും സന്തോഷമായിട്ടിരിക്കും. ഓക്കെ, ബൈ ബൈ.